അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞ് അവസാനം അമ്മയെ മേക്കപ്പ് ചെയ്യാൻ അമ്മ സമ്മതിച്ചു. വലിയ മേക്കപ്പൊന്നും ഇല്ല കേട്ടോ, ചെറിയ രീതിയിൽ. അമ്മ കണ്ണൊന്നും എഴുതത്തില്ല. അപ്പോൾ കണ്ണൊക്കെ എഴുതി പൊട്ടക്കിട്ട് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരുങ്ങിയത് അങ്ങനെ കല്യാണത്തിനായിരുന്നു, പക്ഷെ പൊട്ടുപോലും ഇടത്തില്ല. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു, അങ്ങനെ ഇന്നലെ സമ്മതിച്ചതാണ്. ഇന്നലെ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയത് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഈ സാരിയാണ് അമ്മയെ കൊണ്ട് ഉടുപ്പിക്കാൻ പോകുന്നത്. ഇത് ചേച്ചിയുടെ കല്യാണത്തിന് വെച്ചു കേട്ടോ. അപ്പം ഇത് ഉടുത്തിട്ട് ഇതിനാകുമ്പം ഞാൻ എനിക്ക് സാരി എടുത്തായിരുന്നു ചേച്ചിയുടെ കല്യാണത്തിന്. അപ്പം അതിന് മാലയും കമ്മലും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. അപ്പം അതൊരു ഗോൾഡൻ കളർ. അപ്പം ഈ ഗോൾഡൻ കളറിന് ചേരുകയും ചെയ്യും. ഞാൻ പോയി സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് വരട്ടെ. അപ്പം ഞങ്ങൾ സാരിയൊക്കെ ഉടുത്തു. ഇനി മേക്കപ്പ് ചെയ്യാനോ പോകാട്ടോ. ഒരു വലിയ പ്രോഡക്റ്റുകളൊന്നുമില്ല. പുറത്തൊന്നും ഉണ്ടായെന്ന് പറയാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി പൗഡറും ക്രീമും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കൊച്ചു പൊതുവെ പൊട്ടൊന്നും ഇടാറില്ല. നമ്മൾ പൊട്ടക്കിട്ട് സുന്ദരിയാക്കി കണ്ണൊക്കെ ഇട്ടി. അപ്പം നമ്മൾ ഈ വളയാണ് ഗൈസ് ഇടുന്നത്. ഈ വള ഇതൊക്കെ ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് മേടിച്ചതാട്ടോ. ഞാൻ കരുതി ഇതിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം ഇത് 3 ഇങ്ങനെ വെച്ചിട്ടിടാം. 3 ചെറുതും വലുത് നടുക്കും 2 ചെറുത് അപ്പുറം, അങ്ങനെ വരുന്ന രീതിയിലിടാം. പിന്നെ കമ്മൽ തൊഴി വലിയ കമ്മൽ. ഇത് വസുവിൻ്റെ ചെവി കയറുമെന്ന് എനിക്കറിയില്ല. ഇത് ഊരിയില്ലല്ലേ, കുറേ നാളായില്ലേ ഇത് ഊരിയിട്ട്. ദൂരം ഉണ്ടാവുന്ന ഇടയ്ക്ക് കൂടെ കയറ്റി. പിന്നെ മാല ഇതൊക്കെ നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. നോക്ക് ആദ്യം നമുക്ക് ക്രീം ഇടാം. ക്രീം എന്തോ ചിരിക്കുന്നേ. കണ്ണടച്ചിരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, ഇങ്ങനെ വേണേലും ഇരുന്ന് തന്നാൽ മതി. അതിലൊക്കെ തേക്കാതെ കോമഡി ആക്കും ഗൈസ്. ചന്ദന ഇടണ്ടല്ലേ? ഇടണമെന്നൊന്നുമില്ല. ഇടണമെന്നില്ലെങ്കിൽ ഇടണ്ട. മായിച്ചത് ഉറങ്ങാത്തോണ്ടെന്ന് സുന്ദരിയാവാം. എന്നും കിടന്ന് ഉറക്കുക ഗൈസ് 24 മണിക്കൂർ. വേറെ ഒരു പരിപാടിയില്ല. ക്രീമൊക്കെ ഇട്ട വല്ല അലർജിയും വരും. എനിക്ക് എന്തെങ്കിലും വരും. വന്നു കഴിയുമ്പോഴറിയും. അല്ലാതെ നമുക്ക് പൊട്ടിടാം. അയ്യോ, ഐലൈനർ എടുത്തോണ്ടൊന്നുമില്ല. കണ്ണെഴുതണ്ടത്തെ കണ്ണെഴുതാം. എന്നാ എനിക്ക് കണ്ണിന് കാഴ്ചയില്ലത്തെ. ആ മറ്റേ കളർ എടുത്തുകൂടായിരുന്നു. മറൂണം കറുപ്പാനല്ല. ചുമയ പെട്ടെന്ന് ചുമ അടിച്ചു. എനിക്ക് തോന്നാൻ മഴത്തുള്ളി വീണമെന്ന് തോന്നുന്നു. പക്ഷെ എങ്ങനെ വീണെന്നുള്ള പൊട്ട് ഇത്ര നാളും കുഴപ്പമില്ല. ഇപ്പോൾ വന്നിട്ട് അതിൻ്റെ വെള്ള സംഭവം ഇട്ടപ്പം തന്നെ ഇരിക്കും. അപ്പോൾ ഐലൈനർ എടുത്തോണ്ട് വരാം ഗൈസ്. ഐലൈനർ എടുക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കാം. മുടി ചീപ്പുന്നതിനെ പറ്റി എനിക്ക് ഐഡിയയില്ല. ഇങ്ങോട്ടൊക്കെ നേരെ വെച്ചേത്താല. ഇങ്ങനെ നോക്കിയിട്ടേ കണ്ണാടി നോക്കിയിട്ട് വേണം ഇനി ഇങ്ങനെ ഒരുങ്ങണോ എങ്ങനെ ഒരുങ്ങണോ എന്ന് നോക്കാനൊന്നും.
അതൊന്നും ഇല്ലല്ലേ. ഉണ്ട്. എല്ലാം പോയി. കണ്ണങ്ങോട്ട് അകത്ത് പോയാ നീങ്ങത് പോയാ. അയ്യോ ഞാൻ അടയ്ക്ക്. കണ്ണൊന്നും എഴുതാറില്ല ഗൈസ് കൊച്ചു. കല്യാണത്തിന് കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു. വായി പിടിച്ചോണ്ട് അങ്ങനെ കാര്യം കല്യാണം ഓ അയ്യോ മുത്ത എനിക്ക് പടപട കണ്ണടയ്ക്ക് ഞാൻ. അതിപ്പോ മാറിക്കോളൂ. നോക്കട്ടെ. അയ്യോ മുത്ത എടുത്തു. കല്യാണത്തിന് കണ്ണെഴുതി പൊട്ട് തൊട്ട് താഴോട്ട് നോക്കിയാ ഒരിക്കലില്ലായിരുന്നു. കുഞ്ഞില്ലായിരുന്നു. പുരികം വരയ്ക്കണ്ടായിരുന്നു, ത്രെഡ് കഴിഞ്ഞോണ്ട്. കൊച്ചെന്തൊക്കെയാ പറയുന്നേ? ഇതിനകത്ത് എവിടെ ഇട്ട് വരയ്ക്കാനാ പിന്നെ? എനിക്ക് എഴുതാൻ പറ്റുന്നില്ല ഗൈസ്. എനിക്ക് ചൊറിയുന്നല്ലോ കണ്ണ്. വേറെ ആളുടെ കണ്ണായതുകൊണ്ട് അത് തടിച്ചിരിക്കുന്നു ഇതിൻ്റെ മണ്ടഭാഗം. മതി. കരഞ്ഞി. ആദ്യമായിട്ട് ഒരാൾ മേക്കപ്പ് ഇട്ട് കരയുന്നു. പൗഡർ ഇട്ടില്ലായിരുന്നു. ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക്. ഇങ്ങനെയൊക്കെ വലിയ പറ്റി. അല്ല ഒന്നും പറ്റത്തില്ല. ഇങ്ങനെ വലിച്ചെടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇനി എന്തുവാ ഇത്? ലിപ് ബാം. ഇതാ ലിപ്സ്റ്റിക്. ഏത് കളർ ഇടണം? കളർ സെലക്ട് ചെയ്യട്ടെ. ഈ സാധനം എന്തുവായിരുന്നു പിന്നെ? ഇതിലേത് കളർ വേണം അമ്മ സെലക്ട് ചെയ്തു. ഇത് ചോപ്പാണെങ്കിൽ വേണ്ട. ചോപ്പ് അല്ലാതെ പിങ്ക്. നല്ല പോലെ ആക്കും. ഞാനും ഇങ്ങനെ എൻ്റെ അബ്ബച്ചനും ഇത് നോക്കുന്നു. ആക്ക് ഇവിടെ ഒന്നും ആയില്ല. ഈ സൈഡിലൂടെ വരുന്ന രീതി ഇങ്ങനെ ഓക്കെ. കൊള്ളാം. ഇങ്ങോട്ട് ഞാൻ ഉരുത്തരാം. എൻ്റെ ആണി വളഞ്ഞിരിക്കുവോ? നീളമില്ല. വേദനയുണ്ടോ? വേദനയുണ്ട്. അതൊക്കെ ഉര്. എന്നാ ലാസ്റ്റ് ഊരിയെ. എന്നേ ഉരി കഴിവാ ഉരുന്നിയ. കമ്മൽ ഊരാൻ പോയി. ഒരു കമ്മൽ ഊരാൻ പറ്റുന്നില്ല. ഇനി ഊരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹമായിരിക്കും ഊര്. ഈ അമ്മയാണെങ്കിൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കല്യാണത്തിനായിരിക്കാം. അതിന് മുമ്പ് കുഞ്ഞിലേക്ക് ഒരുങ്ങുമെന്നൊന്നും അറിയത്തില്ല. പൊട്ടുപോലും ഇടത്തില്ലായിരുന്നു. പൊട്ടിട്ട തലവേദന വരുമെന്ന് പറയും. എന്തോ പറ്റിയുണ്ട്. ഇന്നലെ പറഞ്ഞപ്പോൾ സമ്മതിച്ചു. ഇരിക്കും. തൊട്ടാ അപ്പോഴേ ചുമക്കും. തൊട്ടായല്ല കമ്മലിട്ട്. അതൊരു കാതിന് നീളമില്ല. കമ്മൽ മാറ്റി പിടിച്ച് പറ്റും. വെയിറ്റ് ഉണ്ടോ? ഇല്ലേ? ഇതിൻ്റെ ഒരു മുത്ത് വെള്ള ഇതായി കളർ പോയി. വെയിറ്റ് ഉണ്ടോടെ? മുടിയില്ല ഗൈസ്. മുടി ഉണ്ടെങ്കിലേ അത് അറിയത്തുള്ളൂ.
സൂക്ഷിക്കണമായിരുന്നു. പണ്ടുണ്ടായിരുന്നൊക്കെയാ പറയുന്നത്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തും പറയാം. ഉണ്ണിയുടെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റില്ല. അന്ന് ഫോണുണ്ടായിരുന്നു. ഫോണുണ്ടോ? ക്യാമറയില്ലേ കല്യാണത്തിനൊക്കെ? ഫോട്ടോ ഇവിടെ കമ്പലങ്ങ ഇറങ്ങി പോകുന്നവരെ തോന്നുന്നു. ഞാൻ കാതിലോ കണ്ണിൽ പതുക്കെ തൊടാ. കരിവേശം കൊള്ളാം, സൂപ്പർ. ഇത്രയും അടിപൊളിയായിട്ടൊക്കെ ഒരുക്കുമായിരുന്നോ? ഇങ്ങനെ ഒരുങ്ങി നടക്കണം എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ. ആ പിന്നെന്താ, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകത്തില്ലേ? പറ്റിയൊക്കെ എന്ത് പറയണം എനിക്ക് പിന്നെ എനിക്ക് പറഞ്ഞാൽ പോലെ. ഇത്രേ ഉള്ളോ? ഇതാണോ ഇന്നലെ തൊട്ടേ കിടന്ന് ബഹളം വെച്ചത്? പിന്നെ ഇന്നലെ ഇത് ഇരിക്കത്തില്ലായിരുന്നോ? എല്ലാം ഞാനോട് സാരി ഞാനോട് ഈ കൊച്ചു സാരി കൊടുക്കാന്നെങ്കിൽ ഇതൊന്നും വരും. ഇവിടെ ഒന്നും കാണത്തില്ല, ഞൊറിയൊന്നും. ഞാൻ ഒതുങ്ങത്തില്ലെന്ന് പറഞ്ഞ സാരിയാ. പണിയിട്ട് കാര്യമില്ല. ഇനി അത് കണ്ണി കുത്തി പടർത്ത്. കുഞ്ഞിലെ ഒരുങ്ങുമായിരുന്നു. കുഞ്ഞിലെ ഒരുങ്ങത്തില്ല, സാധാ രീതി ഒരുങ്ങുമായിരുന്നു. പൊട്ടിടുമായിരുന്നു. പൊട്ടിടത്തില്ലായിരുന്നു. പിന്നെന്തോ ഒരുങ്ങുന്നത്? പൗഡർ ഇടും, കണ്ണെഴുതത്തില്ല, ചന്ദനക്കുറി ഇടും. ഇത്രയേ ഉള്ളൂ ഒരുക്കം. ഇത്ര ആളായിരുന്നു. പൊട്ടുപോലും ഇടാത്തൊരു പെൺകുട്ടി, സ്ത്രീ ഇപ്പം കളറിയായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. ഇങ്ങനെ ഒന്നും പറയണം ഒരിക്കലും കേട്ടോ. ഓക്കെ ബൈ, ടാറ്റോട് ബൈ.